കേരളത്തിലെ വ്യവസായ രംഗത്തുണ്ടാവുന്ന മാറ്റങ്ങളെ പ്രശംസിച്ച് കോൺഗ്രസ് നേതാവും എംപിയുമായ ശശി തരൂർ രംഗത്തെത്തിയപ്പോൾ അതുണ്ടാക്കിയ രാഷ്ട്രീയ കോലാഹലങ്ങൾ ചെറുതായിരുന്നില്ല. കേരളത്തിലെ പുകഴ്ത്താനുള്ള കേവലം വാചകോടി മാത്രമല്ലായിരുന്നു തരൂരിൻ്റേത്. ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം റിപ്പോർട്ട് അനുസരിച്ച് കേരളത്തിന്റെ സ്റ്റാർട്ടപ്പ് മൂല്യം ആഗോള ശരാശരിയേക്കാൾ 5 ഇരട്ടി അധികമായപ്പോഴായിരുന്നു തരൂരിന്റെ ഈ നിരീക്ഷണം എന്നതാണ് ശ്രദ്ധേയം. അതെ, കേരളം വ്യവസായ സൗഹൃദ സംസ്ഥാനമല്ലെന്ന ധാരണ തിരുത്തി എഴുതിയ കാലമാണിത്. വ്യവസായ സൗഹൃദ സൂചികയിൽ ടോപ്പ് അച്ചീവർ പദവി നേടി ഈ വർഷവും കേരളം ഒന്നാമതെത്തി. സംസ്ഥാനങ്ങളുടെ സ്ഥാനം കേന്ദ്ര സർക്കാരാണ് നിശ്ചയിക്കുന്നത്. വ്യവസായ സൗഹൃദ റാങ്കിങ്ങിൽ 28ാം സ്ഥാനത്തായിരുന്നു കേരളം. രാജ്യത്തിന്റെ വ്യവസായ ചിത്രത്തിൽ ഒരിടത്തും മുമ്പ് കേരളം ഉണ്ടായിരുന്നില്ല. അവിടെ നിന്നാണ് കഴിഞ്ഞ 1ഉം 2ഉം LDF സർക്കാരുകൾ രാജ്യത്തെ പ്രധാന വ്യവസായ ഭൂമികയായി സംസ്ഥാനത്തെ മാറ്റിയത്. വ്യവസായ സൗഹൃദം കണ്ടെത്തുന്ന 25 ബിസിനസ് പരിഷ്കരണ സൂചികകളിൽ 4 കേരളം 95% മുകളിൽ പോയിന്റ് നേടി. കേരളത്തിന് പുറമെ ഒഡീഷ, പഞ്ചാബ്, ആന്ധ്രാപ്രദേശ്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, അസം, ഉത്തരാഖണ്ഡ്, ജമ്മു കാശ്മീർ, കർണാടക എന്നീ സംസ്ഥാനങ്ങളും ഫാസ്റ്റ് മൂവേഴ്സിൽ ഇടം പിടിച്ചു. കഴിഞ്ഞ വർഷം കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ട പരിഷ്കാരങ്ങളിൽ 91% കേരളം പൂർത്തീകരിച്ചതെങ്കിൽ ഇത്തവണ 99.3% പരിഷ്കാരങ്ങളും പൂർത്തിയാക്കി. ബിസിനസ് രംഗത്തെ നയങ്ങൾ പരിഷ്കരിക്കുന്നതിനൊപ്പം നിക്ഷേപകരുടെ പരാതികൾ പരമാവധി കുറയ്ക്കാൻ സാധിച്ചതും കേരളത്തിന്റെ മുന്നേറ്റത്തെ സഹായിച്ചു. ഒപ്പം കഴിഞ്ഞ വർഷം ബിസിനസ്സുമായി ബന്ധപ്പെട്ട 2 മേഖലകളിലാണ് കേരളം ഒന്നാമതെത്തിയതെങ്കിൽ ഇത്തവണ 4 മേഖലയിൽ 1ാം സ്ഥാനം കൈവരിച്ചു. കഴിഞ്ഞ തവണ കേരളം ഏറ്റവും മുന്നിലെത്തിയപ്പോൾ ആകസ്മികമായി കിട്ടിയെന്ന് പറഞ്ഞ ചില കേന്ദ്രങ്ങൾക്കുള്ള മറുപടി കൂടിയാണ് തുടർച്ചയായ 2ാം വർഷത്തെ നേട്ടം. സംരംഭക വർഷം പദ്ധതിയിലൂടെ 3.5 ലക്ഷം സംരംഭങ്ങളാണ് പുതുതായി ആരംഭിച്ചത്. 21,859 കോടി രൂപയുടെ നിക്ഷേപവും 7.2 ലക്ഷം തൊഴിലും സൃഷ്ടിക്കപ്പെട്ടു. 1.8 ലക്ഷം വനിതാ സംരംഭകർ കേരളത്തിലും ഉണ്ടായി. കേന്ദ്രം വിൽപ്പനയ്ക്ക് വെച്ച HNL അടക്കമുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ സംസ്ഥാനം ഏറ്റെടുത്തു. കൂടുതൽ പൊതുമേഖലാ സ്ഥാപനങ്ങളെ ലാഭത്തിലെത്തിക്കാനായി. വ്യവസായ വകുപ്പിലുള്ള 24 സ്ഥാപനങ്ങൾ പോയ വർഷം ലാഭത്തിലായി. മുൻവർഷം 18 ആയിരുന്നു. സ്വകാര്യ വ്യവസായ ക്യാമ്പസ് വ്യവസായ പാർക്കുകൾക്ക് തുടക്കമിട്ടതും ഈ സർക്കാരാണ്. 31 സ്വകാര്യ വ്യവസായ പാർക്കുകൾക്കാണ് അനുമതി നൽകിയത്. കൊച്ചി, ബാംഗ്ലൂരു വ്യവസായ ഇടനാഴിക്കും അനുമതി നേടി. ലക്ഷത്തിലധികം തൊഴിലും 10,000 കോടി രൂപയുടെ നിക്ഷേപവുമാണ് ലക്ഷ്യം. ഈ വർഷം ആദ്യം കൊച്ചിയിൽ സംഘടിപ്പിച്ച ആഗോള നിക്ഷേപക സംഗമത്തിൽ 400-ലധികം കമ്പനികൾ 1.96 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപ സന്നദ്ധത അറിയിച്ചു. വ്യവസായ സൗഹൃദ നടപടികളുടെ അടിസ്ഥാനത്തിൽ 3 വിഭാഗങ്ങളിലാണ് സംസ്ഥാനങ്ങളെ കേന്ദ്ര സർക്കാർ വർഗീകരിക്കുന്നത്. കേന്ദ്ര സർക്കാർ നിശ്ചയിച്ച ബിസിനസ് റീഫോംസ് ആക്ഷൻ പ്ലാൻ നടപ്പിലാക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് പട്ടിക തയ്യാറാക്കുന്നത്. ബിസിനസ്സുകാരിൽ നിന്നുള്ള അഭിപ്രായവും ഇതിൽ പരിഗണിക്കുന്നു. 2022 പട്ടികയിൽ കേരളം പ്രത്യാശിക്കുന്ന സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ ആസ്പ്രയേറ്റേഴ്സ് എന്ന വിഭാഗത്തിലാണ് ഉണ്ടായിരുന്നത്. 2023 ഫാസ്റ്റ് മൂവേഴ്സ് എന്ന ശ്രേണിയിലേക്ക് ഇത് ഉയർന്നു. 2024 പട്ടികയിലും കേരളം സ്ഥാനം നിലനിർത്തിയിരുന്നു.